നമസ്കാരം. ഷെക്കീന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് നിതിൻ ജോസ്. ഒരു കാലത്ത് യന്ത്രങ്ങളുടെ ലോകമെന്ന് വിശേഷിപ്പിച്ച, കമ്പ്യൂട്ടറുകളുടെ ലോകമെന്ന് വിശേഷിപ്പിച്ച, ഇൻ്റർനെറ്റിൻ്റെ ലോകമെന്ന് വിശേഷിപ്പിച്ച നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തെ നിർവചിക്കുന്നത് AI കാലം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലം, അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ കാലം. ഇന്ന് ലോകത്തിൻ്റെ ഏത് വിവരങ്ങളും ഏറ്റവും അറേഞ്ച്ഡ് ആയിട്ട് നമ്മുടെ കൈവെള്ളയിലേക്ക് എത്തുന്നു. ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം നമ്മൾ നിമിഷ നേരം കൊണ്ട് ടെക്നോളജിയുടെ സഹായം കൊണ്ട് ഉണ്ടാക്കുന്നു. നമ്മുടെ ജോലിയുടെ കോംപ്ലക്സിറ്റി ആയുള്ള ജോലികളുടെ സ്വഭാവം തന്നെ മാറുന്നു. എല്ലാത്തിനും നമ്മൾ നിർമ്മിത ബുദ്ധിയെ AI ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് ആശങ്കകളുടെ വൻമതിൽ തീർക്കപ്പെടുകയാണ്. സമീപകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനികളൊന്നായ TCS പിരിച്ചുവിട്ടത് 12,000 ജോലികളെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞത് ഈ മേഖലയിലെല്ലാം AI ടെക്നോളജിയുടെ സാധ്യത വരുമ്പോൾ മനുഷ്യരുടെ ജോലിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. 2030 ആകുമ്പോഴേക്കും 300 മില്യൺ, ഏകദേശം 30 കോടിയിലധികം ജോലികളെ AI വരവ് സ്വാധീനിക്കും എന്ന രീതിയിൽ വരെയുള്ള പ്രവചനങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു AI കാലത്തിന് തയ്യാറാണോ? പ്രത്യേകിച്ച് സഭയുടെ സംവിധാനങ്ങളും ഇതിൻ്റെ ഗുണദോഷവശങ്ങളെ ആ നിലയ്ക്ക് അപഗ്രഥിച്ചിട്ടുണ്ടോ? ഈ കാലത്തിന് മുൻപേ നടക്കാൻ എന്നാണ് നമ്മൾ തയ്യാറാകുന്നത്? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സംവദിക്കുന്നത്. കൂടെയുള്ളത് ശ്രീ ആന്റണി സച്ചിൻ, സാമൂഹിക നിരീക്ഷണം, ടെക്നോളജി, ഡിജിറ്റൽ മീഡിയ വിഷയങ്ങളിൽ ധാരാളം പ്രബന്ധങ്ങളും ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വമാണ്. കാത്തലിക് വൈബ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഇത്തരം ധാരാളം വിഷയങ്ങളിൽ സജീവമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീ റോണി അഗസ്റ്റിൻ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ തൃശ്ശൂർ അതിരൂപതയുടെ ട്രഷറർ, ഒപ്പം രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ സജീവമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട അതിഥികൾക്ക്, പ്രിയ പ്രേക്ഷകർക്ക് ഷെക്കീന ഫയർ റൂമിലേക്ക് സ്വാഗതം. സച്ചിനിൽ ചർച്ച തുടങ്ങുകയാണ്. AI കാലമെന്ന് ഞാൻ പറഞ്ഞ അതിശോക്തി അല്ലല്ലോ. എല്ലാത്തിലും നമ്മൾ ഇന്ന് AI ഉപയോഗിക്കുന്നു, അല്ലെ? പണ്ട് നമ്മൾ ഗൂഗിളിന്റെ കാലം എന്നൊക്കെ നമ്മൾ പറയുന്നു, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ പണ്ടൊരു കാലത്ത് കാൽക്കുലേറ്ററിന്റെ കാലം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? കാൽക്കുലേറ്ററിനാണ് ഏറ്റവും വലിയ സംഭവം. പിന്നെ നമ്മൾ ഗൂഗിൾ നെറ്റിന്റെ കാലം, കമ്പ്യൂട്ടറിന്റെ കാലം, AI കാലം നമ്മൾ പറയുന്നു. നമ്മൾ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ നോക്കുന്നു. ഇന്ന് നമ്മൾ അതിന് പകരം ChatGPT അല്ലെങ്കിൽ ജെമിനായി പോലുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ വളരെ ഫാസ്റ്റായി അറിയുന്നു. പണ്ടൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് 10 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് 30 സെക്കൻഡിലോ 1 മിനിറ്റിലോ, അങ്ങ് റിസർച്ചതും കൂടി ആയതുകൊണ്ടാണ് ഞാനിത് ഈ നിലയിൽ അങ്ങയുടെ ഉദാഹരണത്തിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ വേഗം മാറി, നമ്മളുടെ ജോലികളുടെ സ്വഭാവം മാറി, മനുഷ്യന് വളരെ വേഗം പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു പോസിറ്റീവായ സൈഡിനുള്ള നെഗറ്റീവ് സൈഡ് അതിനുണ്ട് എങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഈ കാലത്തെ എങ്ങനെയാണ് അങ്ങ് വായിച്ചെടുക്കുന്നത്? നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഇത്തരം സാങ്കേതിക വിദ്യകളെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക? എനിക്ക് പലപ്പോഴും ഒരു സന്തോഷം തോന്നുന്ന കാര്യം വെച്ചാൽ, എൻ്റെ ഒരു കാലഘട്ടം, ഞാൻ ജനിച്ച 1980 നോക്കുമ്പോഴത്തേക്കും ടെലിവിഷൻ കണ്ടു തുടങ്ങി. ഒരുപക്ഷെ ഇന്ത്യയിൽ ടെലിവിഷൻ ജനകീയമായ ഒരു കാലഘട്ടമാണത്. അതിനു മുമ്പ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ റേഡിയോ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ടെലിവിഷനിലേക്ക് വന്നു. അതിനുശേഷം കമ്പ്യൂട്ടർ യുഗം ആരംഭിച്ചു, സ്മാർട്ട് ഫോണുകളുടെ കാലഘട്ടം, ഇന്റർനെറ്റ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ അനേകം ടെക്നോളജികൾ ഇല്ലാതാവുകയും പുതിയ ടെക്നോളജികൾ ഉത്ഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. AI എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് സത്യത്തിൽ ഇതെന്താണ്, എങ്ങനെയാണ് ഇതിനെ നിർവചിക്കുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് പറഞ്ഞു കൊടുക്കാനായിട്ട്. എന്താണിത് ഈ വിഷയം പറഞ്ഞു കൊടുക്കാനായിട്ട് ഇത്രേ. പക്ഷെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പത്തിൽ ആപ്ലിക്കേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഹൈവേയിലുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഡിക്റ്റേറ്റേഴ്സ് ആയിട്ടുള്ള ക്യാമറാസ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ എത്ര ഫാസ്റ്റ് ആയിട്ട്. അതേസമയം ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഒരു സ്പീഡ് ഡിറ്റക്ടറും വെച്ചിട്ട് ഏത് മൂലക്ക് ഇരുന്ന് ഇത് വണ്ടിയിൽ വരുമ്പോൾ അപ്പൊ അത്രയും പോലീസുകാരുടെ ഒരു തൊഴില് ഈ പറഞ്ഞ ക്യാമറ അവിടെ സ്ഥാപിച്ചതിലൂടെ അവിടെ പണി എളുപ്പമായി എന്നുള്ളതാണ്. അപ്പൊ അത്തരം പല കാര്യങ്ങളും നമുക്കത് ഗുണകരമായിട്ട് വരുന്നുണ്ട്. എല്ലാ മേഖലയിലും അത് വരുന്നതിന്റെ ഫലമായിട്ട് എല്ലാ മേഖലയിലും കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ജോലിയുടെ കാര്യം പറയുന്നത്, ജോലി ഇപ്പോ ഞാൻ ഒരിക്കല്
നമ്മുടെ POC ബൈബിള് സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനമുണ്ട്. അപ്പൊ ഞാനൊരു സങ്കീർത്തനം തന്നെ കുറെ കൂടി ഒരു നല്ല ട്യൂണില് ഇത് കമ്പോസ് ചെയ്യാനായിട്ട് AI കൊടുത്തപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഇത് ഇങ്ങനെ ഒരു ട്യൂണിൽ കമ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും വചന പ്രഘോഷണ മേഖലയില്, ഇവാഞ്ചലൈസേഷന്റെ മേഖലയില്, എല്ലാ മേഖലയിലേക്ക് നമുക്ക് ഇതിന് നല്ല പോസിറ്റീവായിട്ട് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ സാമ്പത്തിക ചെലവോടുകൂടി ചെയ്തിരുന്ന പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് വീഡിയോ എഡിറ്റിങ്, വീഡിയോ പ്രൊഡക്ഷൻ, തീർച്ചയായിട്ടും മ്യൂസിക് കോമ്പോസിഷൻസ്, അല്ലെങ്കിൽ കവിത രചന എന്ന് പറയുന്ന നമ്മൾ ഓർക്കേണ്ട കാര്യം, ഞാൻ ഓർക്കാം ടെക്നോളജി, ഞാനൊരു 4-5 വർഷമായിട്ട് ഈ മേഖലയുമായിട്ട് അതുപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ AI ടൂളുകളും പരീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പം 5 വർഷം മുമ്പ് AIയുടെ ഒരു വളർച്ചയെ നമ്മൾ വിലയിരുത്തുമ്പോൾ അന്ന് നമ്മളോട് എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യം ഇതാണ്: AI won't touch the creative sector. നിങ്ങളുടെ ക്രിയാത്മകത ഉള്ളവൻ എപ്പോഴും അവിടെ തന്നെ നിലനിൽക്കും. ടെക്നോളജി കാൺ റീപ്ലേസ് ഓർ ഡിസ്പ്ലേസ് യുവർ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കഴിഞ്ഞ 2 വർഷത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിലുള്ളവരോട് AI എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണം ChatGPT എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു വെബ്സൈറ്റ്, അതൊരു ആപ്പായിട്ട് നമുക്ക് ഇന്ന് ലഭ്യമാണ്. അത് ഉണ്ടായതിന്റെ 2ാം ദിവസം തൊട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും അന്ന് നമുക്ക് ChatGPT ഉപയോഗിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും കിട്ടിക്കൊണ്ടിരുന്നത് അവരുടെ ലിമിറ്റഡ് ആയ ഒരു വർഷത്തെ, എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് വരെയുള്ള ഡേറ്റ ട്രെയിൻഡ് ആയ ഇൻഫർമേഷൻസിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അത് പറഞ്ഞു തരാൻ സ്ട്രക്ചറായിട്ട്. അത് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലേണിംഗ് ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ ഒരു പ്രതിസന്ധി നിന്ന സമയത്ത് ഞാൻ അതിന് മുമ്പ് ഉണ്ടാക്കിയ 10-20 ക്രിയേറ്റേഴ്സ് ചെയ്ത കണ്ടന്റുകളുടെ അതിൻ്റെ ഒരു സാമ്പിൾ കൊടുത്തു. ഇവർ ചെയ്തതുപോലെ ചെയ്തു തരാൻ അന്ന് പറഞ്ഞു. അന്ന് എനിക്ക് അതിശയമായി, അവർ ചെയ്തതിനേക്കാളും മനോഹരമായി. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ കമ്പനിയുടെ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്ന ഒരാൾ പോലും ഇന്ന് ആ കമ്പനിയിൽ ഇല്ല. ചോദ്യം ഉണ്ടാക്കാൻ വളരെപ്പോഴും നമ്മളിപ്പം നിയമിക്കുന്നില്ല. സോ ദാറ്റ് ഈസ് വി ഓൾറെഡി ഓട്ടോമേറ്റഡ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് വി ഡു ഇൻ അവർ കമ്പനി. ഞാനിപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ഞാനിത് വീണ്ടും അപ്പോഴും ഞാൻ വിചാരിച്ചു, ഓക്കെ, ദിസ് ഈസ് സംതിങ്, നമ്മുടെ ഡെസ്ക് ജോബുകൾ കുറെ കഴിയും. പക്ഷെ നിങ്ങൾ ഇന്ന് ChatGPT നിങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്കൂ. നമുക്ക് ഇന്ന് പൂമ്പാറ്റയുടെ പടം എന്ന് പറയുമ്പോൾ അസൈൻമെന്റ് ബുക്കിൽ, പിള്ളേരുടെ കാര്യത്തിൽ അസൈൻമെന്റ് ബുക്കിൽ പൂമ്പാറ്റയുടെ പടവും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങളും ഒക്കെ വേണം അല്ലേ? പണ്ടാണെങ്കിൽ നമ്മൾ ഗൂഗിൾ എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യും. ലോകത്ത് ആരെങ്കിലും പൂമ്പാറ്റയുടെ നമ്മൾ ആഗ്രഹിക്കും, നമുക്ക് നീല പടമുള്ള മഞ്ഞ പൂമ്പാറ്റയാണ് നമുക്ക് വേണ്ടതെങ്കിൽ മഞ്ഞ പൂമ്പാറ്റ, യെല്ലോ പൂമ്പാറ്റ അല്ലെങ്കിൽ യെല്ലോ ബട്ടർഫ്ലൈ സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടും. ഇന്ന് അങ്ങനെയല്ല അല്ലേ? നമ്മൾ നമ്മുടെ ഒരു ഛായാചിത്രം വരയ്ക്കാൻ ഒരു ചിത്രകാരന്റെ കൂടെ ഇരുന്ന് പണിയെടുക്കുന്നത് പോലെ നമ്മൾ ഗൂഗിൾ ജെമിനയിലോ അല്ലെങ്കിൽ ChatGPTയിലോ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും വി നീഡ് ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് യെല്ലോ, എ മിക്സ് ഓഫ് ബ്ലൂ ലൈക്ക് ബട്ടർഫ്ലൈ, അതിന് ഇന്ന ഇത് വേണം, ഇന്ന ചെറുകൾക്ക് ഈ കളർ വേണം, ആൻഡ് ദാറ്റ് വിൽ ബി പ്ലേസ്ഡ് ഇൻ എ പ്ലേസ് ഇൻ കേരള. കേരളത്തിൽ സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പള്ളിയുടെ മുമ്പിൽ ഈ പൂമ്പാറ്റ നിൽക്കണം എന്ന് നമ്മൾ കമാൻഡ് ചെയ്യാണ്. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് തപ്പിപ്പോയിരുന്ന സാധനത്ത് നിന്ന് വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് തിങ്സ്. നമ്മൾ ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ അസൈൻമെന്റ് ബുക്കിൽ ഈ കൊച്ച് ആഗ്രഹിക്കുന്ന പോലെ 2 വയസ്സ് 5 ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന പോലെ ഈ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. പണ്ട് ഇമേജ് മാത്രമാണ്, ഇപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കൊരു പരസ്യചിത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളുടെ മുടക്കില്ലാതെ നമ്മൾ പറയാം 4 സെക്കൻഡിൽ ഇങ്ങനെ ഒരാൾ വരണം, എന്നിട്ട് ഇന്ന വോയിസ് പറയണം. നൗ ഗൂഗിൾ ജെമിനയുടെ VO3 ഉൾപ്പെടെയുള്ള സാധനങ്ങളിൽ നമുക്ക് വീഡിയോ പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ചിത്രകാരൻ അല്ലെ? പണ്ട് ChatGPTയുടെ ആളുകൾ പോപ്പുലറായ അടുത്ത കാലത്ത് ജിബിലി എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ വന്നപ്പോഴാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ചിത്രം ഒരു കാർട്ടൂൺ ആനിമേറ്റഡ് രൂപത്തിൽ വരുന്നു. പണ്ടാണെങ്കിൽ നമ്മൾ ചോദിക്കും, ഒരു ചിത്രം കണ്ടാൽ ചോദിക്കും ഇത് ആരാ വരച്ചതെന്ന് ചോദിക്കും. ഇന്ന് നമ്മൾ ചോദിക്കുന്നത് മോഡ് മാറിപ്പോയി, ഇന്ന് ഏത് AI ആണ് ഉപയോഗിച്ചത്. അപ്പം ഇത് ഞാൻ പറയുമ്പോഴും മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി, കവിത എഴുതുന്ന ആളുകൾ, ഈണം എഴുതുന്ന ആളുകൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം അനിരുദ്ധ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സംഗീത സംവിധായകൻ. അദ്ദേഹം ഒരു 4-5 വരി കൊടുത്തിട്ട് വരി കിട്ടാതിരിക്കുമ്പോൾ AIയോട് ചോദിക്കും. അപ്പൊ അവൻ ആ ലൈൻ പഠിച്ചിട്ട് തിരിച്ചു. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സംഗീത സംവിധായകൻ, എവരിബഡി ഈസ് യൂസിങ് AI. എല്ലാവരും AI സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടു. പക്ഷെ ഇവിടെ റോണി അഗസ്റ്റിൻ നമ്മൾ വരുമ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും നമുക്കൊരു ഹ്യൂമൻ എലമെന്റ്, ഒരു മാനുഷികമായിട്ടുള്ള ഒരു എലമെന്റ് നമുക്ക് നഷ്ടമാകുന്നുണ്ടോ എന്ന സന്ദേഹം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ഏറ്റവും ആദരണീയനായിട്ടുള്ള മാർപ്പാപ്പ പിതാവ് സ്ഥാനമേറ്റെടുത്ത് ആദ്യമായി സംസാരിച്ചത് നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ
പലസ്തീൻ വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഏതെങ്കിലും പ്രതിസന്ധിയെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ, തീർച്ചയായും വിശ്വാസമൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ, എന്റെ ഓർമ്മ ശരി, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പബ്ലിക് അഡ്രസ്സിൽ അദ്ദേഹം പറഞ്ഞത് AI ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ജാഗ്രതയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ദൈവികമായ സൃഷ്ടി എന്ന അല്ലെങ്കിൽ മനുഷ്യൻ എന്ന ഒരാശയം, അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ടെക്നോളജിയുടെ വളർച്ചയെ ഒരാശങ്കയുടെ കൂടി കണ്ണോടെ നമ്മൾ കാണേണ്ടതുണ്ടാവും. ഇതിൽ രണ്ട് വശമുണ്ട്. നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞത് തന്നെ വളരെ ഒരു പ്രസക്തമായ വിഷയമാണ്. കാരണം ഇതിൻ്റെ സാധ്യതകൾ അനന്തമാണ്. നമ്മൾ ആ സാധ്യതകളെ ഉപയോഗിക്കണം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കുറച്ച് അപകടങ്ങളുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. മുൻ പാപ്പ ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്ത സമയത്ത് പാപ്പയുടെ കുഞ്ഞിലേ മുതൽ പാപ്പയുടെ കാലം ചെയ്ത സമയം വരെയുള്ള വീഡിയോസ് ആനിമേറ്റഡ് ആയിട്ട് വന്നു, AI ജനറേഷൻ. അത് കാണുമ്പോൾ നമുക്കറിയാം അതൊരു AI ജനറേഷൻ ആണ് എന്നറിയാം. കാരണം പാപ്പയുടെ പിക്ചർ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇനി മുന്നോട്ട് പോകും തോറും എൻ്റെയോ നിതിൻ്റെയോ സച്ചിൻ്റെയൊക്കെ ഫോട്ടോസ്, വീഡിയോസ് അതേപോലെ തന്നെ ടിപ്പിക്കലായിട്ട് മറ്റു വീഡിയോ ക്രിയേഷൻസുകൾ വരാം. അന്ന് തന്നെ ഉദാഹരണം ഞാൻ പറയാം. മാർപ്പാപ്പയുടെ മരണസമയത്ത് ദൃശ്യങ്ങൾ നമ്മുടെ ചാനലുകൾക്ക് ഉൾപ്പെടെ കിട്ടിയത് 2 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ പിറ്റേ ദിവസമാണ്. അന്ന് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കിടക്കുന്ന ചിത്രം, അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന പിതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ, വൈദികർ ഉൾപ്പെടെയുള്ളവർ ഷെയർ ചെയ്യുകയാണ്. അത് വെറുതെ ഗൂഗിൾ ജെമിനിയിൽ പോപ്പ് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ചിത്രം കോരിച്ച്, അത് വളരെ ഒത്തിരി എടുത്ത്, എന്നിട്ട് പിന്നെ ഔദ്യോഗിക വത്തിക്കാനും സ്റ്റേറ്റ് കണ്ടി വന്നത് AI ജനറേറ്റർ ആണ്, മനുഷ്യൻ ഞങ്ങൾ ചെയ്തതല്ല, പിതാവിന് ഇത്ര പുറത്ത് വന്നിട്ടില്ല. അപ്പൊ ഇവിടെ തന്നെ ഉദാഹരണമുണ്ട്. ഒന്ന് അന്ന് പറഞ്ഞപ്പോൾ കണക്ട് ചെയ്യാണ്. ഒന്ന് പോസിറ്റീവായ ചൈൽഡ്ഹുഡ് കാണിച്ചു, രണ്ടാം മരണത്തെ പോലും ഒരു AI-യുടെ ടച്ച് വന്നു. ആരെയും മിസ്ലീഡ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. യാഥാർത്ഥ്യം എന്ന ബോധ്യം കൊടുത്തുകൊണ്ട് തന്നെ വേറെ തെറ്റായ സന്ദേശത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇതിന്റെ സാധ്യതകളും നമ്മൾ ഉപയോഗിക്കാം. നേരത്തെ സച്ചിൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ വിശ്വാസ പരിശീലനവുമായിട്ടും സുവിശേഷവൽക്കരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ സാധ്യതകളെ സഭ ഇനി ഉപയോഗിച്ചു തുടങ്ങണം. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചാടി എന്തിന്റെ ഇത്തരം സാധ്യതകൾ വരുമ്പോഴത്തേക്കും നമ്മളെല്ലാത്തിനെയും, നമ്മളെ കമ്പ്യൂട്ടറിനെയും സ്വാഗതം ചെയ്തവരാണ്, റോബോട്ടുകളെയും ഒക്കെ സ്വാഗതം ചെയ്തത്. പക്ഷെ ഇതിന്റെ സഭ എപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട്, ഒരു മൂല്യം, മാനുഷിക മൂല്യം, ദൈവിക മൂല്യങ്ങൾ എല്ലാത്തിലും ഉണ്ട്. പക്ഷെ AI-ക്ക് ആ അത്തരം മൂല്യങ്ങൾ നൽകാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്രത്തോളം സ്റ്റഡി ചെയ്തില്ല. പക്ഷെ സാധിക്കില്ല എന്നുള്ള എൻ്റെ ഒരു അനുമാനം. അപ്പൊ ആ മൂല്യച്യുതിക്ക് സാധ്യതകൾ വരുന്ന, മൂല്യച്യുതി ഇല്ലാത്തൊരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടാം സ്വാഭാവികമായിട്ട്. മാനുഷിക മൂല്യങ്ങളില്ലാത്ത ഒരു സൊസൈറ്റിയെ മുന്നോട്ട് വളർന്നു വരാനുള്ള സാധ്യതകളുണ്ട് AI-ക്കും അത്തരം മൂല്യങ്ങൾ. ഇപ്പം ഒരു ഉദാഹരണത്തിന്, എൻ്റെ അടുക്കൽ ഒരാൾ ഒരു കടം ചോദിച്ചു. അയാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണ് ഞാൻ എന്നിലെ ഒരു മൂല്യമാണ് ആൾക്ക് ആ കടം കൊടുക്കാനോ അല്ലെങ്കിൽ ആളെ സഹായിക്കാനോ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇതിപ്പോൾ എന്തുണ്ടെന്ന് എല്ലാം നമ്മൾ AI-യോട് ചോദിക്കുന്നു. ഇന്ന വ്യക്തി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, എന്താ വേണ്ടത്? അപ്പോൾ AI പറയുന്നു അത് വേണ്ട. കാരണം അവിടെ AI-യുടെ ഇൻപുട്ടുകൾ വേറെ ആയിരിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റണം നമുക്ക്, പക്ഷെ അപകടങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ട്രാൻസ്ലേഷൻ ബൈബിളിന്റെ ആണെങ്കിലും വ്യാഖ്യാനങ്ങളായാലും ഇപ്പൊ വിക്കിപീഡിയയിൽ പണ്ട് പലരും ആശ്രയിച്ചിരുന്ന ഒരു കാര്യമാണ് വിക്കിപീഡിയ. പക്ഷെ വിക്കിപീഡിയയിൽ എന്തുണ്ടായി? വിക്കിപീഡിയയിൽ ഇൻപുട്ട് തെറ്റായി കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം നമ്മൾ ജീസസ് ക്രൈസ്റ്റ് എന്ന് എൻട്രി കൊടുത്താൽ വേറെ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുന്ന ഒരു അജണ്ട നടന്നിരുന്നു. അതേപോലെ AI-യിലും വരാം. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഇൻപുട്ടുകൾ കൊടുത്താൽ AI-ക്ക് വന്നുകൂടായില്ല, എനിക്കറിയില്ല. ഇതിന്റെ സാധ്യതകളും അപകടങ്ങളും നമ്മൾ വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടത് ഉണ്ട്. പക്ഷെ ഇതിനെ ഒറ്റയടിക്ക് നമ്മൾ വേണ്ട എന്ന് പറയുന്ന സ്റ്റാൻഡ് ശരിയല്ല. രണ്ടു വശവും നമ്മൾ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങൾ തന്നെ ആദ്യമായി AI കുറിച്ചുള്ള ഒരു പേപ്പർ ഇറക്കുന്നത് വത്തിക്കാനാണ്. വത്തിക്കാനിന് AI കുറിച്ച് എത്രയോ കാലം മുമ്പ് വത്തിക്കാൻ്റെ ഡോക്യുമെന്റ് ഉണ്ട്. വത്തിക്കാൻ AI സമ്മിറ്റിൽ ഞാൻ ഓർക്കുന്നു, അഭിമന്യ ഫ്രാൻസിസ് പിതാവ് AI സമ്മിറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ
അപ്പൊ വത്തിക്കാന്റെ ഒക്കെ റോൾ എന്ന് പറയുന്നത് മൂല്യങ്ങളുടെ സന്ദേഹം, അദ്ദേഹം മൂല്യങ്ങളിൽ ഉണ്ടാകുന്ന മൂല്യച്യുതിക്ക് ഇത് കാരണമാകുന്നു, അവിടെ ഒരു ജാഗ്രത വേണമെന്നൊക്കെ വത്തിക്കാൻ ഇത്തരം ലോകവേദികളിലൊക്കെ സ്ഥിരമായി സംസാരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാറുണ്ട്. അഭിമന്യ പിതാവും സ്റ്റേറ്റ്മെന്റിലും എപ്പോഴും ഇതിന്റെ ഒരു അപകടങ്ങളുടെ ഒരു വലിയ ഒരു ചോദ്യചിഹ്നം അവിടെ നിലനിർത്തിക്കൊണ്ടാണ് വരിക. പക്ഷെ കാലം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഒരു എഴുത്തുകാരിയാണ്. അപ്പം ഞാനൊരു ചർച്ചയിൽ ഞാൻ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞൊരു പോയിന്റ് ഇതായിരുന്നു: മാനുഷികമായ മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ദൈവം തന്ന നമ്മുടെ കഴിവുകൾ നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുകയാണ്. ആ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കാതെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആശയം മാറി ഒരു യന്ത്രത്തോട് നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ദൈവിക സൃഷ്ടിയെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുകയല്ലേ എന്നൊരു സന്ദേഹം അവർ പങ്കുവെച്ചു. ഒരുപക്ഷെ വലിയൊരു വിഭാഗം ആളുകൾ അങ്ങനെ കാണുന്നുണ്ടാകാം. അത്തരം വാദങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ടെക്നോളജി മുന്നോട്ട് പോകുമ്പോൾ അത് പഠിക്കാതിരിക്കുകയോ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയോ ചെയ്യുക അതിന്റെ ഉത്തരമാണെന്ന് ഞാൻ എപ്പോഴും കരുതുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടുക? എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ എന്ത് യന്ത്രങ്ങൾ വരുമ്പോഴും നമുക്ക് അതൊരു ഇത് സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ കാൽക്കുലേറ്റർ വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഗുണന പട്ടിക നമ്മള് എഴുതി കണക്കൂട്ടിയിരുന്ന ഒരു ഇതൊക്കെ നമ്മൾ വിട്ടു. അപ്പൊ ഉടനെ തന്നെ ഇപ്പൊ മൊബൈലിലും കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ലാംഗ്വേജ് പഠനത്തിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോ വേർഡ് ഫയലിലെ ഒരു സംഭവം ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ ഓട്ടോമാറ്റിക് ലാംഗ്വേജ് കറക്ഷന്റെ ഒരു സോഫ്റ്റ്വെയറും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ AI-ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ChatGPT-യിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കറക്റ്റഡ് മോഡിഫൈഡ് ഒരു നല്ല ലാംഗ്വേജ് കിട്ടും. അപ്പൊ എല്ലാ രീതിയിലും നമ്മുടെ ഒരു മറ്റേന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിക്ഷണറി എടുക്കണം, നോക്കണം, പഠിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കഴിവുള്ള ഭാഷാപരമായിട്ടുള്ള കഴിവുള്ള ആളെ കൊണ്ട് ചെക്ക് ചെയ്യിക്കണം. അങ്ങനത്തെ അതെല്ലാം നമ്മൾ ഇതിന്റെ ഒരു എളുപ്പത്തിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ അത്തരം കഴിവുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ സ്കൂൾ തലങ്ങളിൽ അറ്റ്ലീസ്റ്റ് 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസങ്ങളിലെ ഇത്തരം യന്ത്രങ്ങളോ സാധ്യതകളോ കുറച്ചുകൊണ്ട് അത് പഠിപ്പിക്കാം. അത് പക്ഷെ ഒരു എക്സ്ട്രാ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴായിരിക്കണം നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാനായിട്ട്. പക്ഷെ ഇനീഷ്യലി നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള കണക്കൂട്ടാനും ഭാഷാപരമായിട്ട് എഴുതാനുള്ള കഴിവ്, പടം വരയ്ക്കാനുള്ള കഴിവ്, അതെല്ലാം നമ്മുടെ കൈകൾ ഉപയോഗിച്ച് മനസ്സ് ഉപയോഗിച്ച് മനക്കണക്കിലൂടെയൊക്കെ ചെയ്യുന്ന ആ ഒരു യന്ത്രങ്ങളെ ആശ്രയിക്കാതെയുള്ള ഒരു സംഭവം നമ്മൾ പഠിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായി. അതില് ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. കാരണം സച്ചിൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പക്ഷെ അതിനൊന്നുകൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്, കാരണം എനിക്ക് പണ്ട് കാൽക്കുലേറ്റർ ഇല്ലാണ്ട് തന്നെ കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. പക്ഷെ പിന്നീട് ഞാൻ എന്നോട്ട് കാൽക്കുലേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത് വന്നു, അന്ന് എൻ്റെ കാൽക്കുലേഷൻ ചെയ്യാനുള്ള കഴിവ് പോയി തുടങ്ങി. ഇപ്പോൾ എനിക്ക് ചെറിയ സംഖ്യകൾ വെച്ച് വലിയ സംഖ്യകളിലേക്ക് കടക്കാൻ പറ്റണ്ടേ. ഇത് സത്യം പറഞ്ഞാൽ ഒരുവന്റെ ബ്രെയിനിന്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ടെക്നോളജിയെ നമ്മൾ കൂടുതൽ അഡാപ്റ്റ് ചെയ്യുമ്പോൾ അവന്റെ ബ്രെയിനിന്റെ വളർച്ചയെ ബാധിക്കുന്നു. മുന്നോട്ട് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ, അൾഷിമേഴ്സിസ് ബാധിക്കുന്നതിന് പോലും ഇത്തരം കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, കാരണം നമ്മുടെ എല്ലാ ക്രിയേറ്റിവിറ്റിയും നമുക്ക് ഇല്ലാണ്ട് നമ്മൾ സ്വയം ഒന്നും പരിശ്രമിക്കുന്നില്ല. എല്ലാം നമ്മളെ റിലേറ്റീവ്സിന്റെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്പറുകൾ നമുക്ക് ബൈഹാർട്ടായിരുന്നു. അന്ന് ലാൻഡ് ഫോണിൽ കുത്തി വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ബൈഹാർട്ടായിരുന്നു, അല്ലെങ്കിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോയിട്ട് വിളിക്കുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ മെമ്മറി ലോസിനെ പോലും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതെല്ലാം വിഷയങ്ങളാണ്. അപ്പം ഇതിന്റെ സാധ്യതകളോടൊപ്പം തന്നെ, സാധ്യതകൾ ഒരു വശത്തുണ്ട്, ഇല്ല ഉപയോഗിക്കരുത് എന്നല്ല, പക്ഷെ അതോടൊപ്പം തന്നെ അവന്റെ ആരോഗ്യത്തെ, ഒരു മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയെയും ആരോഗ്യത്തെ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്തരം സ്കില്ലുകൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലാണ് കൂടുതൽ നമ്മൾക്ക് ഒരു ദോഷം സംഭവിക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന പുരാതനമായ എല്ലാ ആർക്കിടെക്ചറുകൾ അതെല്ലാം തന്നെ നമുക്ക് ഇന്ന് ഇപ്പൊ യൂറോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ കണ്ട, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉള്ള പുരാതനമായ ടെമ്പിൾസ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത്തരം കഴിവുകളെല്ലാം തന്നെ അവർക്ക് അടിസ്ഥാനപരമായിട്ട് വരയ്ക്കാനുള്ള കഴിവിൽ നിന്നാണ്, കണക്കൂട്ടാനുള്ള കഴിവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ യന്ത്രത്തെ കൂടുതൽ ആശ്രയിക്കേണ്ട ഒരു ഘട്ടം ഉണ്ട് തീർച്ചയായിട്ടും. കാരണം നമ്മൾ പണ്ട് ഒരു ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് വരയ്ക്കുന്നത് എല്ലാം തന്നെ പേപ്പറിലാണ് വരച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മളത് കമ്പ്യൂട്ടറിലേക്കായി. അപ്പൊ അടിസ്ഥാനപരമായിട്ട് പക്ഷെ ഈ എഞ്ചിനീയറിങ്ങിന് പഠിപ്പിക്കുമ്പോഴത്തേക്കും ഈ അതേ
പേപ്പറിൽ ഉപയോഗിച്ച് തന്നെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഇപ്പോഴും, പക്ഷെ കമ്പ്യൂട്ടറിലും കൂടി പഠിക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ആ ഒരു ഡ്രാഫ്റ്റിങ്ങോ പടം വരയ്ക്കുന്ന കഴിവുകളോ കണക്കൂട്ടുന്ന രീതികളോ അതെല്ലാം മനഃപ്പാടമാക്കേണ്ട കാര്യങ്ങളെല്ലാം മനഃപ്പാടമാക്കുന്ന ഒരു ഇത് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ നിർബന്ധമായിട്ടും ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു ഈ മാനസിക തലത്തിൽ വരുമ്പോൾ ഞാൻ പലപ്പോഴും ഇനിയുള്ള കാലത്ത് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ, ടീൻസായ ആളുകൾ, അവരുടെ ഏറ്റവും ആത്മാർത്ഥമായ നമുക്കൊന്നാമത് സൗഹൃദങ്ങൾ ഇപ്പോൾ സ്കൂളിൽ നഷ്ടപ്പെടുകയാണ്. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കോതമംഗലത്ത് കണ്ട സംഭവങ്ങൾ പോലെയുള്ള പ്രണയക്കിണികളിൽ കുട്ടികൾ വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. എൻ്റെ സംശയം, നമ്മുടെ പ്രണയത്തെ പോലും, ബന്ധങ്ങളെ പോലും, വിവാഹങ്ങളെ പോലും, ലൈംഗിക ജീവിതത്തെ പോലും ടെക്നോളജിയുടെ വരവ് എങ്ങനെ അത് സ്വാധീനിക്കുമെന്നൊരു സന്ദേഹം ഞാനിത് അധികം ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്. ChatGPT വോയിസ് മോഡ് അല്ലെങ്കിൽ ജെമിനായുടെ വോയിസ് മോഡ് നമുക്ക് കാണാം. അതിനോട് നമ്മൾ സംസാരിക്കാം, എല്ലാ കാര്യവും ചെയ്തു തരും. ഇപ്പൊ അത് അത്ര ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്തു തരില്ല, പക്ഷെ അടുത്ത ലെവലിലേക്ക് അത് നമ്മളുടെ മൊബൈൽ ഓൺ ആക്കി വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഓപ്പൺ ആക്കി ചാറ്റ് ചെയ്ത് നമുക്ക് തരുന്ന രീതിയിലേക്ക് അത് അതിനകത്ത് വലിയ ഇന്നോവേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അത് ഉടനെ സംഭവിക്കും. എന്താണെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു ആത്മസുഹൃത്തായി ചാറ്റ് ബോട്ടുകൾ മാറുന്നുണ്ട്. അതിന് അമേരിക്കയില്, US-ല്, ഹോളിവുഡിലെ വളരെ പ്രശസ്തമായ ഒരു സിനിമ തന്നെ ഈ ഒരു ശബ്ദവുമായി പ്രണയത്തിലാകുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ആളുടെ കഥയാണ്. ശബ്ദവുമായി പ്രണയത്തിലാകാണ്. അപ്പം വിവാഹം അങ്ങനത്തെ കൺസെപ്റ്റ്, ശബ്ദമാണ് അവരുടെ പ്രണയം. സംസാരിച്ച് നമ്മളുടെ ഏറ്റവും ഇന്റിമേറ്റ് സുഹൃത്തായി ആളുകൾ മാറുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നു, 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ തൊട്ട് ചാറ്റ് ബോട്ടോട് ചോദിച്ച് സംസാരിച്ച് നമ്മളുടെ ഇഷ്ടങ്ങൾ, കാരണം ഒരുപക്ഷെ നമ്മുടെ ഫ്രണ്ടിന് നമ്മളുടെ ഇഷ്ടങ്ങൾ അറിയണമെങ്കിൽ അത് ദേ ഹാവ് എ വെരി ലിമിറ്റഡ് ഡേറ്റ. പക്ഷെ നമ്മുടെ മൊബൈലിൽ അയക്കുന്ന മെസ്സേജും നമ്മുടെ ചാറ്റ് ഹിസ്റ്ററിയും വീഡിയോ ഹിസ്റ്ററിയും നമ്മളുടെ മുഴുവൻ കോളും റെക്കോർഡ് ചെയ്ത് അതിന്റെ മുഴുവൻ ഡേറ്റയുള്ള ഒരു കുട്ടിയെ, ഒരു AI ചാറ്റ് ബോട്ടിനെ സംബന്ധിച്ച് ഹി വിൽ ബി നോയിങ് ലൈക്ക് യു മോർ ദാൻ യുവർ പേരന്റ്. അങ്ങനെ പോലും പറയേണ്ടി വരും അല്ലേ? നമുക്ക് ഒളിക്കാനൊന്നും ഇല്ലല്ലോ. എവറിത്തിങ് ഈസ് ദെയർ ഇൻ യുവർ മൊബൈൽ, റൈറ്റ്? അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ സംവദിക്കുന്ന ശൈലികൾ മാറും. അപ്പം മാതാപിതാക്കളുടെ ഇടപെടലുകൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾക്ക് പോലും പരിധി വരാനുള്ള സാധ്യത, കുട്ടുകാരുടെ സംവാദങ്ങൾ ഇവരുടെ AI-യോട് സംസാരിച്ച് മറ്റ് മാനുഷിക ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം. ഒരു 18, 20, 21, 24 വയസ്സോ ആകുമ്പോൾ എന്തിനാണ് കല്യാണം കഴിക്കുന്ന ഒരു ചോദ്യം ഒരു പക്ഷേ ഇപ്പൊ നമുക്ക് ഒത്തിരി റീസൺസ് ഉണ്ട് കല്യാണം കഴിക്കാതിരിക്കാൻ, പക്ഷേ ദിസ് വിൽ ആഡ് ടു അനദർ റീസൺസ് ടു നോട്ട് ഗെറ്റ് മാരീഡ്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അപ്പൊ എന്തിനാണ് വിവാഹം കഴിക്കുക എന്നുള്ള ചോദ്യം പോലും വരുന്നത്. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ആ ദൈവിക സൃഷ്ടി എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സങ്കല്പത്തെ പോലും മേ ബി ഈ ടെക്നോളജിയിൽ ഒരു ചാറ്റ് ബോട്ടുമായുള്ള സംവാദം മാറ്റി. ഇപ്പൊ ചാറ്റ് ബോട്ടാണ്, ഐ ഡോണ്ട് നോ ഇനി ഇത് വീഡിയോ ചാറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റേതിലേക്കോ പോകും നമുക്കറിയില്ല. ഇപ്പോൾ പോലുള്ള സാഹചര്യം വെച്ച് പറയാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇനി പോകുന്ന കാലത്ത് ഈ മാനുഷിക മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എത്തിക്സ്, വാല്യൂസ്, നമ്മളുടെ മൂല്യങ്ങൾ, പുണ്യങ്ങൾ, ഇതിനെയൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? AI അങ്ങനെ ട്രെയിൻഡ് ആയിരിക്കണമെന്നില്ല. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ആശയത്തെ തന്നെ അത് പിടിച്ചു വിലക്കുമോ എന്നൊരു സന്ദേഹം എനിക്കുണ്ട്. സച്ചിൻ, എന്നത്തെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ ഇതിന്റെ നമ്മള് ഒരു സംസാരിക്കാൻ പറ്റുന്ന ഒരു സാധനം ഓൾറെഡി ഇപ്പോഴും ഉണ്ട് നമുക്ക്. ബട്ട് ഞാൻ അതിനെ ആ സംസാരിക്കുന്ന ഒരു യന്ത്രത്തിന് ഒരു ശരീരവും കൂടി വന്നാലോ, അതാണ് ഞാൻ കാണുന്ന ഒരു ഭീകരത എന്നുള്ളത്. അതായത് നമുക്കൊരു പാർട്ട്ണറെ, ഒരു സെക്സ് റോബോട്ട് പോലെയുള്ള ഒരു പാർട്ട്ണറായി വരുന്നതാണ്. അങ്ങനെ ഒരു കാലഘട്ടം വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കുറെ നാളുകളായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു പാർട്ട്ണറിന്റെ നീഡ് അവിടെ ഇല്ല പിന്നെ ശരിക്കും പറയാം. ഇപ്പൊ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷന്റെ കാര്യത്തിൽ പോലും ആ ഒരു സെക്സ് റോബോട്ട് തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും തന്നെയാണ്. ആ ലെവലിലേക്കാണ് കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ വരുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് പോകുന്ന രീതി കാണുമ്പോഴത്തേക്ക്. അങ്ങനെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ രീതി, അങ്ങനത്തെ ഒരു ഡെവലപ്മെന്റ് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെയാന്നുള്ളതൊക്കെ ഇപ്പോഴേ അപ്പൊ സൃഷ്ടി അല്ലെങ്കിൽ നമ്മളുടെ സൃഷ്ടി പരത അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ അല്ലെങ്കിൽ ഒരു സംസ്കാരം നിലനിർത്തുക, ഒരു തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾക്ക് ഒത്തിരി റീസൺസ് വരുന്ന ഒരു കാലം കൂടെ വരുമ്പോഴേക്കും വലിയ അപകടങ്ങൾ, ഒരു അരക്ഷിതാവസ്ഥ, അരാജകത്വം അതിനുള്ള സാധ്യത ഉണ്ട്. ഒന്ന് ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു റോബോട്ടും കാര്യം എന്ന് വെച്ചാല് വളരെ ലക്ഷങ്ങളും ഒക്കെ വിലയുള്ളതായിട്ടായിരിക്കും ഇനീഷ്യലി വരുന്നത്. പക്ഷെ അതൊക്കെ മാസ് പ്രൊഡക്ഷനിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതൊക്കെ സുലഭമായി വരുന്ന ഒരു കാലഘട്ടം വിദൂരമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ വിശ്വാസ സംവിധാനങ്ങൾ അതിന് ഒരുങ്ങേണ്ടതല്ലേ എന്നൊരു ചോദ്യം.
ഞാൻ എപ്പോഴും ഓർക്കുന്നു നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങൾ. ഇപ്പൊ ഉദാഹരണം ടെക്നോളജി വന്നു കഴിയുമ്പോൾ പോകുന്ന കുറെ ജോലികളുണ്ട്. ഇപ്പൊ വളരെ സിംപ്ലി പറഞ്ഞാൽ ഒരു ഡേറ്റ എൻട്രി ചെയ്യുന്ന ഒരാളുടെ ജോലി, അല്ലെങ്കിൽ ഒരു ഫോൺ വിളിക്കുന്ന ഒരാളുടെ ജോലി, ഇതൊക്കെ വളരെ മനോഹരമായി നമ്മളെ ഓഫീസിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഇമെയിൽ അയക്കുന്നത്. പണ്ട് നമ്മുടെയൊക്കെ പല കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും ഇമെയിലുകളും ഫോണുകൾക്ക് അങ്ങനെ പോസ്റ്റുകൾ പോലും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ ഇന്ത്യയുടെ ലോകത്തിന്റെ എല്ലാ ഡൊമൈനിൽ നിന്നും പോകും. അപ്പൊ നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ഇടവകകളിൽ, നമ്മൾ ആയിരിക്കുന്ന പല ഇടങ്ങളിലും പല ജോലികളുടെയും സ്വഭാവം പോലും മാറുന്ന ഒരു ഫ്യൂച്ചർ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ സംവദിക്കുന്ന രീതികൾ എല്ലാം മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സാധ്യതകളും ഒപ്പം അതിനേക്കാൾ വലിയ അപകടങ്ങളെ കുറിച്ചും ഒരു ജാഗ്രതയും ഒരു പഠനവും നമ്മളുടെ സർക്കിളിൽ, സഭയുടെ ഇടങ്ങളിൽ ഉണ്ടാകേണ്ടത് കൂടിയല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പോസിറ്റീവ് സൈഡ് നമ്മളെപ്പോഴും ഇപ്പൊ ഏതൊരു സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് ഈ പറഞ്ഞ ജോലി നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ വരുന്ന കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ. പക്ഷെ അങ്ങനെ ഒരു കമ്പാരിസൺ പോലും സാധ്യമല്ലെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കമ്പ്യൂട്ടർ വന്നപ്പോഴോ കാൽക്കുലേറ്റർ വന്നപ്പോഴോ കളഞ്ഞ ജോലിയുമായിട്ടോ യന്ത്രവൽക്കരണം വന്നപ്പോൾ കളഞ്ഞ ജോലികളുമായിട്ടോ നമുക്ക് ഒരർത്ഥത്തിലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത 1000 മടങ്ങ് എന്ന് പറയാവുന്ന. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കൾച്ചറൽ ചേഞ്ചിനെയോ ഒരു സോഷ്യൽ ചേഞ്ചിനെയോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ പിന്നെ വരാൻ സാധ്യതയുള്ള ജോലി എന്താണെന്നുള്ളതൊക്കെ അത് വന്നതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനൊരു പോസിറ്റീവായിട്ട് കാണുക എന്ന് തന്നെയാണ്. ഇപ്പൊ ജോലി കുറെ നഷ്ടപ്പെടുക അല്ലെങ്കിൽ കുറെ പുതിയ ജോലി മേഖലകൾ തുറന്നു കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമുക്കിതൊന്നും ഇവിടെ വന്നു കഴിയുമ്പോൾ മനുഷ്യൻ യന്ത്രങ്ങളോട് സംസാരിക്കുന്നു, യന്ത്രങ്ങൾ തീരുമാനിക്കുന്ന കാലത്ത് നമ്മളുടെ വിശ്വാസ പ്രഘോഷണത്തിന് പോലും രൂപമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ സ്കൂളുകൾ എന്ന് പറയുന്നത് ടീച്ചർമാർ, നമ്മൾ കാത്തലിക് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ നമ്മൾ ഒരുപക്ഷെ കുട്ടികൾ പോകുന്നുണ്ടാകത്തില്ല. കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ AI ടൂളുകൾ ഉപയോഗിച്ച് പഠിച്ചിട്ട് സംശയം തീർക്കാനായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ യൂത്ത് മെന്ററിങ്, ആളുകളെ കേൾക്കാനും സംസാരിക്കാനും അതിന് കൂടുതൽ സാധ്യത ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഒരു വാദവും എനിക്കുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ കൊടുക്കുന്ന മിഷന് അതിന് അംഗസംഖ്യ, ജനസംഖ്യ, ദാറ്റ്സ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. പക്ഷെ അങ്ങനെ വരുമ്പോഴേക്കും ഹൃദ്യമായിട്ടുള്ള സംവാദങ്ങൾ തുറന്ന കേൾക്കാൻ യന്ത്രങ്ങളെല്ലാം തരുമ്പോൾ പക്ഷെ മാനുഷിക മൂല്യങ്ങളും വരുമ്പോഴേക്കും നമ്മൾ ഈ പറയുന്ന നമ്മളുടെ സംവിധാനങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന ഒരു സാഹചര്യം വന്നേക്കാം. ഞാൻ അതിലേക്ക്, അത് തന്നെയാണ് എന്റെ മനസ്സിൽ വന്നൊരു കാര്യം. കാരണം അത് നമ്മളിപ്പം സംഘടനാ തലങ്ങളിൽ, കുടുംബ കൂട്ടായ്മകൾ, സംഘടനകൾ, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ ഇപ്പം ഞാൻ അടക്കമായിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിലൊക്കെ നേരിടുന്ന ഒരു വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് എല്ലാ മെമ്പർമാർക്കും കൃത്യമായിട്ട് അറിയിപ്പ് കൊടുക്കുക, പിന്നെ റിമൈൻഡർ അയക്കുക, ഇതൊക്കെ ഒരു സെക്രട്ടറി നിലയ്ക്കലോ ഓഫീസ് സെക്രട്ടറി നിലയ്ക്കലോ ചെയ്യുന്നതിന് സാങ്കേതിക തടസ്സം. പക്ഷെ അന്ന് അതേ സമയത്ത് എല്ലാ സംഘടനകളും ഈ ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളും ആശയങ്ങളും വീഡിയോസും ഷെയറുകളും, അതായത് പ്രൊമോ വീഡിയോസ് ഉണ്ടാക്കുക. ഇപ്പം എനിക്ക് ചില കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ പ്രൊമോ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കുറേ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യണം. പക്ഷെ അതേ സമയത്ത് ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് നമ്മളത് ചെയ്യാനുള്ള പരിശ്രമം ചെയ്യുക. അത് അനന്ത സാധ്യതകൾ നമുക്കുണ്ട്. കാരണം നമുക്ക് അംഗബലം കുറഞ്ഞു വന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മളുടെ സാധ്യതകൾ ഉപയോഗിച്ച് കൊണ്ടുപോകാനുള്ള നമ്മൾ പരിശ്രമിക്കുന്നു. രണ്ടാമത് പറഞ്ഞ ഒരു കാര്യം, സച്ചിൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ അപകടം. അതായത് നമുക്ക് മുമ്പ് നേരത്തെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, മലയാളത്തിലൊരു ഫിലിം ഉണ്ടായിരുന്നു, റോബർട്ടിന് അച്ഛനെ സഹായിക്കാനായിട്ട് കൊടുത്ത, അതിന്റെ ഫിലിമിന്റെ പേര് ഞാൻ മറന്നുപോയി, ആൻഡ്രോയിഡ്. അതില് സത്യം പറഞ്ഞാൽ അത്തരം അപകടങ്ങളിലേക്ക് അത് സാധ്യതയുണ്ട്, അതിനകത്ത് അപകടവും കൂടിയുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ കണ്ടെത്തി പോകണം. പക്ഷെ ഞാനിതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും സഭയുടെ സിസ്റ്റത്തിലും എയുടെ സാധ്യതകളെ, നല്ല വശങ്ങളെ നമ്മൾ ഉപയോഗിച്ച് സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ നമുക്കിത് പരിശ്രമിച്ചാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ 4 വർഷമായി വിവിധ പ്ലാറ്റ്ഫോമുകൾ, പ്രത്യേകിച്ച് സഭാതലത്തിലൊക്കെ ധാരാളം AI വർക്ക്ഷോപ്പുകൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് സഭയുടെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളോട് സംബന്ധിക്കുമ്പോൾ പോലും ടെക്നോളജിയെക്കുറിച്ച്, AIയുടെ വരവിനെ കുറിച്ചൊക്കെ 10% ആളുകൾ പോലും അവെയർ അല്ല എന്നാണ് വ്യക്തിപരമായി എനിക്ക് പറയാൻ മനസ്സിലാകിയ ഒരു കാര്യം. തീർച്ചയായിട്ടും സാധ്യതകൾ ഉണ്ട്. പക്ഷേ സഭയുടെ ഭാഗത്തു നിന്ന് ഇതിനുള്ള വലിയ അപകടങ്ങളുടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ചതിക്കുഴികൾ, അല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ പോകുന്ന നമ്മുടെ സാമൂഹികമായ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മളുടെ വ്യക്തിബന്ധങ്ങളിൽ, മാനുഷിക ബന്ധങ്ങളിൽ, നമ്മളുടെ അടുത്ത തലമുറ ഇവിടെ ഉണ്ടാകുന്ന ഈ യാത്രയിലൊക്കെ വലിയ അപകടങ്ങളുടെ കെണികൾ ഇത്തരം സാധ്യതകൾ ഉപയോഗിക്കാൻ സങ്കേതങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നമുക്കുണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടെക്നോളജി വളരെ വേഗം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, എന്നാൽ അതിൻ്റെ സാധ്യതകൾ അനന്തമാണ്. ആ അനന്ത സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട്
നമ്മളുടെ സംവിധാനങ്ങളെ കൂടുതൽ ശക്തമാക്കാനും സാധിക്കും. പക്ഷേ ഇതിനിടയിൽ നമ്മളുടെ സഭയുടെ ഔദ്യോഗികമായ ടീച്ചിങ്ങിനോട് ചേർന്നുകൊണ്ടുള്ള മനുഷ്യൻ്റെ വാല്യൂസിന് അതിനെ ആദരിക്കുന്ന സംവിധാനമായി ഇത്തരം ടെക്നോളജികൾ മാറ്റേണ്ടത് നമ്മളുടെ ഈ നാട്ടിലെ നിലനിൽപ്പിനും നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഷക്കീന ഫൈറൂമിയുടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.